പറ്റി? ബീരങ്കി ഇങ്ങോട്ടാ. ഇത് കാണുമ്പോഴേ നമ്മുടെ വിക്രം വേദ എന്ന് പറഞ്ഞ പടത്തില് വിജയ് സേതുപതി ഈ നെല്ലിക്കറി തിന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് നെല്ലിന്നല്ല പറയുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ കൃത്യമായിട്ട് പറയണ്ട ഇങ്ങനെ இந்த புரோட்டிலே சார் அந்த புரோட்டை எடுத்துட்டு இங்கே நெல்லிலெல்லாம் முக்கி நம்ம சாப்பிடும்போது இங்கே ருச்சியாக இருக்கும். അടിപൊളി. ഇവിടെയും നമുക്ക് പുട്ടിൻ്റെ സുഹൃത്തിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നത് നന്നായിരുന്നു അല്ലേ? അതെ ശരിയല്ലേ? പുട്ടിന് എപ്പോഴും ഒരു സുഹൃത്തുണ്ട്. എപ്പോഴും പുട്ടിനെ ഒന്നും ഇല്ലെങ്കിലും ആ സുഹൃത്ത് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിയാം. എങ്ങനെയാണിത്? ഇത് എവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നേ? ദീപനാണ് കട്ടുകൊണ്ട് വന്നത്. ദീപനാണ് അതിൻ്റെ ആള്. അത് ഞാൻ നോക്കി വെച്ചേക്കണായിരുന്നു. ആ നെല്ലി അല്ല, താങ്കൾ തന്നെ കഴിച്ചിട്ട് ആ ഡയലോഗും പറയണം. ആ പണി പാടി ഒരു തവണ പറഞ്ഞ് ഒപ്പിച്ച. പൊറോട്ടയെല്ലാം പിന്നിട്ട് കട്ടെടുത്ത മട്ടൻ ചാപ്സ്. എനിക്ക് ഏത് ഹോട്ടലാണെന്ന് മനസ്സിലായി. ഈ ഹോട്ടലിന്റെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഈ നമ്മുടെ ലാലേട്ടൻ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ട്രൈ ചെയ്യും. അപ്പം ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകൻ ലാലേട്ടന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ ഫോട്ടോ എടുത്ത് ആ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത് ജയസൂര്യ അവിടെ കൊച്ചിയിൽ ഈ ഫുഡ് അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ എന്തായാലും വർക്കൗട്ടായി. ഇവിടെ എന്ത് വർക്കൗട്ടായെന്ന് അറിയില്ല. ഇനി ആ ഡയലോഗ് ഒന്നും ഇവിടെ വർക്കൗട്ടായി. അതാണ് എൻ്റെ കണക്ക്. മിക്സ് ചെയ്തിട്ട് അല്ലേ? അതിനുള്ളിൽ ഫ്ലഷ് ഉണ്ടായിരുന്നു. കിട്ടിയില്ലേ? അത് കഴിച്ചില്ലേ? ആഗ്രഹിച്ചൊരു സാധനം പിന്നെ കൊടുക്കാതിരുന്നാൽ മോശമല്ലേ? അതെ. ഇതല്ലേ ഉദ്ദേശം? യാ. വാരി കൊടുക്കുന്ന ഷെഫെന്നൊരു ചീത്തപ്പേരുണ്ട്. ഇരിക്കട്ടെ, അതൊരു ഐഡന്റിറ്റി. പറഞ്ഞ ആ കൂട്ടുകാരന് ആവശ്യമുണ്ട് ഇവിടെ. അവനെ വിളിക്കുക. അവൻ എവിടെയെങ്കിലും വരട്ടെ. അതെ, ബിബിൻജിയും വിഷ്ണുവിനെ കണക്ക്. അല്ല, ഏത് സിനിമ എടുത്ത് നോക്കിയാലും അവരെ കുട്ടും പപ്പടവും കണക്കാം. അത് കറക്റ്റ്. പക്ഷെ ഇത് ആരാണ് പപ്പടം എന്ന് പറയണത്? കാരണം പൊടിയണ മിക്സ് ആവുള്ളൂ. അപ്പോ എനിക്ക് ആക്ച്വലി ആ മട്ടൺ ഫ്രഷ് മട്ടണാണ്. കാരണം അതുകൊണ്ടാണ് ആ നല്ലിയിൽ നിന്ന് അത് വരാൻ റീസൺ. രണ്ടാമത്തെന്ന് പറയുന്നത്, ബിബിന് ഈ കറിയോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഞാനത് ചെറിയൊരു കാര്യമെന്ന് പറയുന്നത്, അടുപ്പ് കത്തിച്ച് വെച്ചിരുന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞ് ആ ഉള്ളി ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആ ഉള്ളിയുടെ ഒരു ബേൺഡ് ചെറിയ ഒരു സാധനം മാത്രമേ, പക്ഷേ അതും ഒരു ഫ്ലേവറായിട്ട് തന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അത് കഴിക്കുന്നില്ല. കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ അത് കഴിച്ചാൽ അല്ലേ? ശരിയല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം അതെടുത്ത് കഴിച്ചു നോക്കിയ സ്മോക്കി ആയിട്ടുണ്ടോ എന്ന്. ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. അത് എന്തോ ആ കടക്കാരനോ അല്ലെങ്കിൽ താങ്കളുടെ പ്രാർത്ഥനയോ താങ്കളെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ. അത് മാത്രമല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ ചേച്ചിയെടുത്ത് വന്നു അല്ലേ? നമ്മൾ ചേച്ചി ആ ഉള്ളി ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് പറയാം. കാരണം അപ്പോഴത്തേക്ക് എന്തോ താങ്കൾ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ നല്ലൊരു കറി ഇതിൻ്റെയും ഒരു ഗ്രേഡ് അപ്പുറത്ത് നിൽക്കേണ്ട ഒരു സാധനമാണ്. ആ ചെറിയ സ്മോക്കിലാണ് അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ
എങ്കിൽ പോലും നമ്മൾ മലയാളികൾക്ക് ഒരു ശകലം അതെ ഇഷ്ടമാണത്. അതുകൊണ്ട് നമുക്കതിനെ അപ്രൂവ് ചെയ്തേ പറ്റൂ. ഇറ്റ് ഇസ് നൈസ്. പുട്ടൊക്കെ നന്നായിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ എടുത്തു പറയേണ്ടത് സാധാരണ മട്ടൺ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ചതച്ച് ചേർക്കില്ല. അപ്പോൾ ആ ഹോട്ടലിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചതച്ച് ഇവിടെ ചെറിയ ഉള്ളി ചേർത്തു. ടേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം സാധാരണ മട്ടൺ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്യണം. അല്ല ഞാൻ അപ്പോൾ ഇതിനകത്ത് ചെറിയ ഉള്ളി ചതച്ച് അത് നമ്മൾ ഇഞ്ചി പച്ചമുളക് ഗാർലിക് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കും. താങ്ക് യു സോ മച്ച്. ആ പുട്ടിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ പുട്ട് ഇങ്ങനെ ഇരിക്കണം. കാരണം സാധനം പുട്ട് തൊടുമ്പോഴത്തേക്ക് അങ്ങ് ഉടഞ്ഞങ്ങ് വീഴും. മനസ്സിലായില്ലേ? ആ പുട്ടിൻ്റെ കൺസിസ്റ്റൻസിക്ക് ഒന്നും പറയാനില്ല, വളരെ നന്നായിട്ടോ. വെരി നൈസ്. ഒരേ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഈ ഡിഷുകൾക്കും ഒരു കൂട്ടുകാരൻ കാണും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സദ്യ പരിപ്പ് ഒഴിച്ചുകൂടാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എല്ലാത്തിനും നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, കറികൾക്ക് പോലും ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ കാണും. ഇനി എന്റെ പേടി അറിയാമോ? ഇനി പുട്ടില്ലേലും ഇവിടെ പപ്പടം കാണും. അല്ല ബിബിൻജി ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിന്റെ കൂടെ ഒരു പപ്പടവും 2 പപ്പടവും വെച്ച് ബിബിൻജിക്ക് അല്ലേ ഇതിവിടെ കാണുമോ? ഇപ്പൊ പക്ഷെ നമുക്ക് തോന്നിയല്ലേ സാറ് പറഞ്ഞത് കൃത്യമായിട്ട് അതിനോട് കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിച്ചില്ലേ? അപ്പൊ നമുക്ക് തോന്നി ഇതേമേ അതും കൂടെ ഉണ്ടായിരുന്നു. ചെറിയ അതിന്റെ ഒരു താങ്ക് യു സോ മച്ച്.